നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനി ജൂനിയറെ സംബന്ധിച്ചിടത്തോളം സാന്റിയാഗോ ബെർണാബോയിൽ സ്വന്തം ആരാധകർ തന്നെ കോഴി വിളിച്ച് അത്ര സുഖകരമല്ലാത്തൊരു ഘട്ടത്തിലൂടെയാണല്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കവേ അദ്ദേഹം കളിക്കളത്തിൽ മികച്ച പ്രകടനം നടത്തി എതിരാളികളുടെ വായടപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ മൊണോക്കോക്കെതിരെ ഒരു ഗോളും ഇരട്ട അസിസ്റ്റുമായിട്ട് മിന്നിക്കെത്തി അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നൽകിയിരുന്നല്ലോ. അതുകൂടാതെ യുവേഫ ഇപ്പോൾ ഈ ഗെയിം വീക്കിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കുന്നു. UCL പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരം അദ്ദേഹത്തിനാണ് യുവേഫ സമ്മാനിച്ചിരിക്കുന്നത്. മൊണോക്കോക്കെതിരെയുള്ള മിന്നും പ്രകടനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം മറികടന്ന ആരൊക്കെയാണ് നോക്കണം. റോബർട്ട് നൊവാരോ, അദ്ദേഹം മികച്ച പ്രകടനം ഈ ഒരു വീക്കിൽ നടത്തിയിരുന്നു. പ്ലെയർ ഓഫ് ദി വീക്കിനുള്ള നോമിനേഷനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അറ്റ്ലാന്റ വേഴ്സസ് അത്ലറ്റിക് ക്ലബ് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു. അദ്ദേഹം 4ാം സ്ഥാനത്ത്. മൂന്നാമതാരാ? ഫെർമിൻ ലോപ്പസ് ആണ്. ബാഴ്സയ്ക്ക് വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം സ്ലാവിയ പ്രാഹക്കെതിരെ പുറത്തെടുത്ത ഫെർമിൻ ലോപ്പസ് 3ാമത്. ലൂയിസ് സുവാരസ്, PSG വീഴ്ത്തിയല്ലോ. പോർച്ചുഗീസ് ക്ലബിനായിട്ട് സ്പോർട്ടിങ്ങിനായിട്ട് ആ കളിയിൽ പിന്നും പ്രകടനം നടത്തിയ ലൂയിസ് സുവാരസ് 2ാമത്. അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് വിനി ജൂനിയർക്കാണ് 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് UCL പ്ലെയർ ഓഫ് ദി വീക്ക്. ഇനിയും വിനിയെ സംശയിക്കുന്നവരുണ്ടോ? അസിസ്റ്റിൻ്റെ കാര്യത്തിൽ, ഗോളിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം റെക്കോർഡുകളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. UCL ചരിത്രത്തിൽ ഏറ്റവും അധികം അസിസ്റ്റ് റയലിനായിട്ട് നേടിയിട്ടുള്ള 2ാമത്തെ താരമാണ്. വിനി തന്നെ ഇപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, റയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിൽ ഫൈനൽ മത്സരങ്ങളിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ്. സംശയാലുക്കൾക്കുള്ള മറുപടിയാണതൊക്കെ. അതിൽ അദ്ദേഹം നിൽക്കുന്നത് മഹാരഥന്മാർക്കൊപ്പമാണ്. വിനിക്ക് 16 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഫൈനലുകളിലും മാത്രം. ക്രിസ്ത്യാനോ റൊണാൾഡോക്കും അതുപോലെ കരീം ബെൻസീമക്കും പുസ്കാസിനും ഡി സ്റ്റെഫാനോക്കും ഒക്കെ ഇപ്പോൾ ഡി സ്റ്റെഫാനോക്ക് 13 ഉള്ളൂ. എന്നാൽ CR7 ബെൻസീമയും പുസ്കാസും ഒക്കെ 16. അവരോടൊപ്പമാണ് വിനിയുമുള്ളത്. അതാണ് നമ്മൾ ഇന്നലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു റീലിൽ കൃത്യമായി പറഞ്ഞത്. കൂവേണ്ടവർക്ക് കൂവാം, മോശം ചാൻറ്റുകൾ പാടുന്നവർക്ക് പാടാം, അദ്ദേഹത്തെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. പക്ഷേ വിനി മഹാരഥന്മാർക്കൊപ്പം, ലെജൻഡുമാർക്കൊപ്പം ഇടം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ.